ഹായ് +2 റാപ്റ്റിക്സ് ഫിസിക്സിലെ റാപ്റ്റിക്സിലെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക് എടുക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ആക്ച്വലി റിഫ്രാക്ഷൻ എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ഈസ് പാസിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് ലൈറ്റ് കടന്നു പോകുന്നതിനെ നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയാം. ഓൺ റിഫ്രാക്ഷന്റെ സമയത്ത് രണ്ട് കണ്ടീഷൻസ് നമുക്കറിയാം. വെൻ ലൈറ്റ് ഈസ് പാസിംഗ് ഫ്രം റയർ മീഡിയം ടു ഡെൻസർ മീഡിയം, ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ. റയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുന്ന സമയത്ത് റിഫ്രാക്ഷന് ശേഷം ആ റിഫ്രാക്റ്റഡ് റേ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യണതായിട്ടും, ഇഫ് in the case of when light is passing from denser medium to rarer medium, denser medium നിന്ന് rarer mediumത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദ നോർമൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് അറിയാം. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് അറിയാമെങ്കിൽ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയാം. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. എന്താ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ എന്താ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ, വെൻ ലൈറ്റ് ഈസ് പാസിംഗ് ഫ്രം ഡെൻസർ മീഡിയം ടു റയർ മീഡിയം, ഇഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, ദി റേ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി സെയിം ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കാൻ ശ്രമിക്കുമ്പോൾ, ഇഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, ഒരു പ്രത്യേക ആംഗിളിനെ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നുണ്ട്, ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലുതാണെങ്കിൽ ആ റേ ഡെൻസർ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കൊരു പിക്ചർ വരയ്ക്കാം. ഇത് ഒരു റയർ മീഡിയം, ഒപ്റ്റിക് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം. ഇതൊരു ഡെൻസർ മീഡിയം ആണ്, ഒപ്റ്റിക് ഡെൻസിറ്റി കൂടിയ മീഡിയം ആണ്. അപ്പൊ ഇത് ഇവിടെ നമുക്കൊരു നോർമൽ കൺസിഡർ ചെയ്യാമെങ്കിൽ, ഫ്രം ദിസ് പോയിന്റ്, ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇൻസിഡന്റ് റേ ഈ പോയിന്റിൽ വന്ന് പതിക്കുന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. ഈ റേ നേരെ പോകണമായിരുന്നു, പക്ഷെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് കടന്നു പോകണം എന്നുള്ളതുകൊണ്ട് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ, ഇത് നോർമൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് മനസ്സിലാക്കാം. ദിസ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇതിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R എന്ന് വിളിക്കാം. അഗൈൻ വി ക്യാൻ കൺസിഡർ അനദർ നോർമൽ ഹിയർ. ഇവിടെ ഒരു നോർമൽ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ പോയിന്റിൽ നിന്ന് തന്നെ ഇവിടെ നമുക്ക് ഒരു ഇൻസിഡന്റ് റേ വരച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് ഓൾസോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I എന്ന് പറഞ്ഞ അടയാളപ്പെടുത്താം. ബട്ട് ഹിയർ ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് വൺ. ഇതിനേക്കാൾ വലുതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നുള്ളത് മനസ്സിലാക്കാം. ഈ റേയും നേരെ പോകണമായിരുന്നു, ബട്ട് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ, സോ ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇതിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിട്ട് അഗൈൻ നമുക്ക് അടയാളപ്പെടുത്താം. ഇതിനേക്കാൾ വലുതാണ് ഇത്. അഗൈൻ ഇവിടെ ഒരു നോർമൽ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവിടുന്ന് ഒരു റേ ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുകയാണെങ്കിൽ, ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് I. It is clear that this angle of incidence is greater than this one. ഇതിനേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ സമയത്ത് നമുക്കറിയാം, ഈ റിഫ്രാക്റ്റഡ് റേ ഞാൻ വരയ്ക്കുന്നത് ഇവിടെയാണ്. ദാറ്റ് ഈസ് ദി റിഫ്രാക്റ്റഡ് റേ ഗ്രേസ് ഓൺ ദി ബൗണ്ടറി. ഈ ബൗണ്ടറിയിലേക്ക് വീണ് കിടക്കുന്നതായിട്ടുള്ള ഒരു റിഫ്രാക്റ്റഡ് റേ ഇവിടെ കൺസിഡർ ചെയ്യാം എന്ന് പറയാം. ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R is equal to 90 ഡിഗ്രി ആണെന്നുള്ളത് മനസ്സിലാക്കാം. അഗൈൻ നമ്മൾ ഇവിടെ ഒരു നോർമൽ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് ഒരു റേ വരയ്ക്കാണ്. ദിസ് ഈസ് ഇൻസിഡന്റ് റേ. ഈ ഇൻസിഡന്റ് റേ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, സെയിം ഈ ഡെൻസർ മീഡിയത്തിലേക്ക് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. ഇവിടുത്തെ ആംഗിൾ I ആണെങ്കിൽ ഇതും എന്താണ്? I തന്നെയാണ്. സെയിം I is equal to R എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടും സെയിം ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ R is equal to 90 ഡിഗ്രി, ആ സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതിനെ ഞാൻ വിളിക്കുന്നത് C എന്നാ, ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേസ് നോക്കുമ്പോൾ, ഹിയർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I is greater than C. ക്രിട്ടിക്കൽ ആംഗിളിനൊക്കെ വലിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇവിടെ റേ വന്ന് പതിച്ചപ്പോ അത് സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്തു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി ദി റേസ് പാസിംഗ് ഫ്രം ഡെൻസർ മീഡിയം ടു റയർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് ലൈറ്റ് കടന്നു പോകുന്നു. ഹിയർ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഈ കണ്ടീഷൻ കഴിഞ്ഞിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്
ക്രിട്ടിക്കൽ ആംഗിളേക്കാൾ വലുതായതുകൊണ്ട് ഈ റേ സെയിം ഡെൻസർ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോ രണ്ട് കണ്ടീഷൻ പറയണത്, ഒന്ന് എന്താണ്? ദി റേ ഷുഡ് ബി പാസിംഗ് ഫ്രം denser medium to rarer medium. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുമ്പോൾ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുള്ളൂ. ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഈ ഒരു ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലുതായാലാണ് ഈ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ രണ്ട് കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. വാട്ട് ഈസ് ദിസ് ക്രിട്ടിക്കൽ ആംഗിൾ? ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദി ഡെൻസർ മീഡിയം when or for which the angle of refraction ഇതിന് റയർ മീഡിയത്തെ എയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ റിഫ്രാക്ഷൻ ഇൻ എയർ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഈ റയർ മീഡിയം അത് എയർ ആയിട്ട് എടുക്കുന്ന സമയത്ത് ഡെൻസർ മീഡിയത്തിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ റയർ മീഡിയത്തിലുള്ള ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണ്. റയർ മീഡിയത്തിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിട്ടുള്ള സമയത്ത് ഈ ഡെൻസർ മീഡിയത്തിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് മനസ്സിലായെങ്കിൽ നമുക്ക് പറയാം, ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ദിസ് ഈസ് വൺ ഓഫ് ദ കണ്ടീഷൻ ടു ടേക്ക് പ്ലേസ് ദിസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള ഒരു കണ്ടീഷനാണ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഓൾസോ ദി റേ ഷുഡ് ബി പാസിംഗ് ഫ്രം ഡെൻസർ മീഡിയം ടു റയർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കണം. ഹിയർ വി ഹാവ് എ റിലേഷൻ ബിറ്റ്വീൻ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഡെൻസർ മീഡിയം. ഇവിടെ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ കൺസിഡർ ദിസ് ഡെൻസർ മീഡിയം ഈസ് ഫസ്റ്റ് മീഡിയം. ഇതിനെ ഒന്നാമത്തെ മീഡിയം ആയിട്ട് എടുക്കാമെങ്കിൽ ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, അതിനെ നമുക്ക് N എന്ന് എടുക്കാം. ദിസ് ഈസ് സെക്കൻഡ് മീഡിയം വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2, അതിനെ നമുക്ക് 1 എടുക്കാം. ബിക്കോസ് ഹിയർ ഇറ്റ് ഈസ് എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. നമുക്കിവിടെ സ്നെൽസ് ലോനെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. സ്നെൽസ് ലോ അനുസരിച്ച് sin I ഡിവൈഡഡ് ബൈ sin R ഈസ് ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1. ഇത് നമ്മൾ എവിടെ ഈ ഒരു കണ്ടീഷൻ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് C, ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ആ സമയത്ത് sin R ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. N2 എന്ന് പറയുന്നത് സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിട്ട് എടുക്കാം. ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡെൻസർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ആയിട്ട് എടുക്കാം. എങ്കിൽ നമുക്ക് sin 90യുടെ വാല്യൂ 1 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? sin C is equal to 1 by N or N is equal to 1 by sin C എന്ന് എഴുതാം. So this is the relation between critical angle and refractive index of the denser medium. ഡെൻസർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിട്ടിക്കൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ ആണ് N is equal to 1 by sin C. Is it okay? അപ്പൊ ഇത് മനസ്സിലാക്കണം. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് മിറാഷ് വരുന്നുണ്ട്, ഒപ്റ്റിക് ഫൈബേഴ്സ് വരുന്നുണ്ട്, ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നുണ്ട്, ഒപ്പം തന്നെ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് വരുന്നുണ്ട്, എൻഡോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇങ്ങനെ പല ആപ്ലിക്കേഷൻസും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വരുന്നുണ്ട്. സോ ദിസ് ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാം, വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ, വാട്ട് ഈസ് ദിസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഒബ്റ്റൈൻ ആൻ എക്സ്പ്രഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഡെൻസർ മീഡിയം ആൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നൊക്കെ പറഞ്ഞ് പല ക്വസ്റ്റ്യൻസും ചോദിക്കാം. സോ ഇത് നന്നായിട്ട് പഠിക്കാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കമന്റ്. ഓക്കെ.